എല്ലാവർക്കും നമസ്കാരം. ഏറ്റുമാനൂർ ഷൈനി എന്ന് പറയുന്ന ഒരു സഹോദരി രണ്ട് കുഞ്ഞുങ്ങളെയുമായിട്ട് പോയിട്ട് രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി പോയി ആത്മഹത്യ ചെയ്ത, അതായത് ട്രെയിനിൻ്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരു കേസൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ. ആ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സഹോദരിയുടെ വിഷയം എന്തായി എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഒരു ഹാർഡ് ഫാർമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണല്ലോ ഇതിൻ്റെ മെയിനായിട്ട് ഈ വിഷയം ആദ്യം സമൂഹത്തിന് മുൻപിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ തന്നെ തപ്പി ഒന്ന് പോയി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഷൈനിയുടെ ഫാദറുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അറിയുവാനായിട്ട് കഴിഞ്ഞത്, അതായത് ഷൈനിയുടെ ഫാദറിൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്ന് അറിയുവാനായിട്ട് കഴിഞ്ഞത് എവിടെയും എത്തിയിട്ടില്ല, കേസ് എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവമായ കാര്യം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാലും ഷൈനിയുടെ കേസുകളൊക്കെ പല പല വഴിക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഷൈനി ജീവിച്ചിരുന്നപ്പോൾ തന്നെ കൊടുത്തൊരു ഗാർഹിക പീഡന കേസുണ്ട്, അതൊരു ഭാഗത്ത് നടക്കുന്നു. അതുകൂടാതെ ഷൈനിയുടെ ഡൗറിയും, അതായത് ഷൈനിക്ക് കൊടുത്ത സ്ത്രീധനവും കാര്യങ്ങളുമൊക്കെ തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങൾക്കിട്ട സ്വർണമൊക്കെ തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് ഷൈനിയുടെ വീട്ടുകാർ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫയൽ ചെയ്തിരിക്കുന്ന കേസും വേറൊരു വഴിക്ക് നടക്കുന്നു. ഇനി അതുകൂടാതെ ഷൈനിയുടെ ആത്മഹത്യക്ക് ഷൈനിയുടെ ഭർത്താവായിരിക്കുന്ന മനുഷ്യനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൻ്റെ ഒരു കേസും മറ്റു വഴിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, ഇതിനകത്ത് ഇവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ചരിത്രമൊക്കെ അദ്ദേഹം പറഞ്ഞു. നമ്മൾക്കറിയാം നമ്മളുടെ ചരിത്രം അല്ലെ, ഇന്ത്യൻ നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ പൊളിച്ചെഴുതേണ്ട സമയങ്ങളായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആരും അതിന് മുതിരുന്നില്ല, ഒത്തിരി വീക്കാണ്. കാരണം നമ്മൾ കോടതിയിലൊക്കെ കയറി ഇറങ്ങുന്നവർ ഒത്തിരി കഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷനിലോട്ട് ഒക്കെ പോകും. കാരണം നല്ലൊരു അഡ്വക്കേറ്റിനെ കിട്ടിയില്ല എങ്കിൽ വെള്ളം കുടിച്ചു പോകും, അത്രയും ഒരു സിറ്റുവേഷനിലോട്ട് വരും. അതേസമയം നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു അഡ്വക്കേറ്റിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ലപോലെ കാര്യങ്ങളൊക്കെ അതിൻ്റെ വേണ്ടുന്ന രീതിയിലൊക്കെ അത് ഏകീകരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു എന്താ പറയുക, അറിവും കഴിവും പ്രാപ്തിയും ഒക്കെ ആ ഒരു നല്ല അഡ്വക്കേറ്റിനുണ്ടാകും. ഇന്ന് നമ്മൾക്കറിയാം നല്ല നല്ല അഡ്വക്കേറ്റുമാരെ കിട്ടണമെങ്കിൽ ഒത്തിരി പൈസ മുടക്കണം അല്ലേ. ഒത്തിരി പൈസ മുടക്കിയാലേ നല്ല നല്ല അഡ്വക്കേറ്റിനെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രയും ഇല്ലാത്തവരും അതിലും താഴെയുള്ള അഡ്വക്കേറ്റ്സ്മാരുടെ പുറകെ പോകും. എന്നാൽ എല്ലാവരും ഒത്തിരി എന്താ പറയുക താഴ്ന്ന നിലവാരത്തിൽ പോകുന്നവരെന്നല്ല. കുറച്ചുകൂടിയൊക്കെ ചിലർ ഇനിയിപ്പോൾ ചെറിയ ചെറിയ വക്കീലന്മാരാണെങ്കിൽ ചിലർ നല്ല ആത്മാർത്ഥതയോടെ തങ്ങളുടെ കയ്യിൽ കിട്ടിയ കേസ് ഒരു പ്രൊഫഷണൽ വേയിൽ കാണുന്നവരുണ്ട്. ഒരു വിഭാഗം പ്രൊഫഷണൽ വേയിൽ കാണുമ്പോൾ ഒരു വിഭാഗം പണത്തിൻ്റെ പുറകെ പോകുന്നവരുമുണ്ട്. ഈ പണത്തിൻ്റെ പുറകെ പോകുന്ന അഡ്വക്കേറ്റ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടി പോകും. കാരണം കേസ് നീങ്ങത്തില്ല, കേസ് എങ്ങോട്ടും പോകാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഈ കേസിൻ്റെയൊക്കെ വിഷയത്തിലുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് അന്ന് ഷൈനിയും ആ രണ്ട് കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തപ്പോൾ നമ്മൾക്കൊക്കെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ. പ്രത്യേകിച്ച് ആ ഇളയ കുഞ്ഞിനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു CCTV ഒക്കെ പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്കൊക്കെ ചങ്ക് തകരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് അന്ന് എല്ലാവരും കുറേ ചർച്ച ചെയ്തു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നമ്മൾക്കറിയാം. ആൾക്കാരൊക്കെ അത് മറന്നു അല്ലേ. അത് മറന്നു അടുത്ത സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസുകളുടെ പുറകെ പോയി. ഇനി ഈ ഷൈനിയുടെ ആത്മഹത്യയും ഒക്കെ നടന്നതിൻ്റെ പുറകെ തന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ജിസ്മോൾ എന്ന് പറയുന്ന ഒരു സഹോദരിയും രണ്ട് പെൺകുഞ്ഞുങ്ങളുമായിട്ട്, ഷൈനിയുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കുഞ്ഞുങ്ങളുമായിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തു. അതെങ്ങനെയാണ്, ആറ്റിച്ചാടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ രണ്ട് കേസുകളും എടുത്തു നോക്കുമ്പോൾ ഇവർ എന്താണ്, ഷൈനിയുടെ കേസിലെന്ന് വെച്ചാൽ ഷൈനി നേഴ്സാണ്, പക്ഷേ ഷൈനി അവസാനം വരെ പൊരുതി. പക്ഷേ ഓരോ രക്ഷയും ഷൈനിക്ക് ഇല്ല എന്ന് കണ്ടപ്പോഴാണ് ഷൈനി അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തത്. എന്നാൽ ഷൈനിയുടെ ഫാദറിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞതും ഒരുപാട് വഴികൾ മുൻപിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വഴികൾ നമ്മൾക്കറിയാം, നമ്മളുടെ കയ്യിൽ സാമ്പത്തികമില്ല എങ്കിൽ നമ്മൾ കെട്ടിച്ചു വിട്ട മക്കൾ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴൊക്കെ അത്ര വലിയ സുഖകരമായ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ആയിരിക്കുകയില്ല ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ ഒരു എന്താ പറയുക, സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ലക്ഷ്യം നമ്മളുടെ കാര്യത്തിൽ കിട്ടുന്നിടം വരെ കുറച്ചൊക്കെ നമ്മൾ സഹിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഷൈനി സഹിച്ചില്ല എന്നല്ല, ഷൈനി ഭർത്താവിൻ്റെ വീട്ടിൽ മാക്സിമം സഹിച്ചു. എന്നിട്ടും അവിടെ തന്നെ കടിച്ചു തൂങ്ങി കിടന്നു ആ സഹോദരി. പക്ഷേ പുറത്തിറക്കി വിട്ടപ്പം അപ്പനെ വിളിച്ച് മകളെ ജീവനോടെ വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് പൊക്കോളാൻ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഈ അപ്പൻ ചെന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത്. അതുവരെ ഷൈനി അവിടെ തന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു.
ഓക്കെ. അപ്പോൾ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രായമായ അപ്പനും അമ്മയുമാണ്, അവർക്ക് വേറെ വരുമാനങ്ങളില്ല, മക്കൾ കൊടുക്കുന്നത് കൊണ്ട് വേണം ജീവിക്കാൻ. അപ്പോൾ അതിൻ്റെതായ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം, അറിഞ്ഞുകൂടാ. എന്തായാലും ഷൈനിക്ക് എല്ലാം കൊണ്ട് സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് ട്രൈ ചെയ്തു. അവിടെയൊക്കെ ഭർത്താവിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു അച്ഛൻ, പള്ളിയിലച്ഛൻ, പുള്ളി കിടന്നുകൊണ്ട് എല്ലായിടത്തും പാര വെച്ച് ആകെപ്പാടെ ഷൈനിക്ക് എല്ലാ വഴികളും അടച്ചു കളഞ്ഞു. അങ്ങനെയാണ് ഗത്യന്തരമില്ലാതെ ഷൈനി എന്ത് ചെയ്തത്, ഈ ഭർത്താവായിരിക്കുന്നവൻ തലേദിവസം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. എല്ലാം കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി പോയി അങ്ങനെ ഒരു തീരുമാനമെടുത്തു. എന്നാൽ ഇപ്പറേ നമ്മളുടെ ജിസ്മോള് 2 കുഞ്ഞുങ്ങളെയുമായിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തതും ശുദ്ധ മണ്ടത്തരമായിരുന്നു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം ജിസ്മോളുടെ ഹസ്ബൻഡിനും വലിയ വോയിസ് ഒന്നും ഇല്ലാത്തൊരു പുള്ളിയാണ്. വീട്ടിൽ വലിയ വോയിസ് ഒന്നുമില്ല. ഓക്കെ. അവിടെ ഭരണം അമ്മയും അമ്മായിപ്പനും, പിന്നെ എന്താണ്, കെട്ടിച്ചു വിട്ട ഒരു പെങ്ങളുണ്ട്, മൂത്ത പെങ്ങള് UK-യിലുള്ള, അവളും കൂടിയായിരുന്നു അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അവരെന്താ ചെയ്തത്, ഈ ജിസ്മോൾക്ക് സ്വൈര്യം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ജിസ്മോൾക്ക് എന്തുണ്ടായിരുന്നു, ജിസ്മോളുടെ കയ്യിൽ ഒരു ജോലി ഉണ്ടായിരുന്നു അല്ലേ. അതും സാധാരണ ജോലിയൊന്നുമല്ല, നല്ലൊരു അഡ്വക്കേറ്റ് ആയിരുന്നു ജിസ്മോള്. പക്ഷേ ജിസ്മോൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ജിസ്മോൾക്ക് അവരോട് പൊരുതി നിൽക്കാമായിരുന്നു. ഒരു അഡ്വക്കേറ്റിന് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അഡ്വക്കേറ്റുമാർക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത്. പിന്നെ മറുഭാഗത്ത് അവരും മനുഷ്യരാണ്, അത് വേറൊരു വശം. പക്ഷേ നമ്മളൊന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ തോൽക്കാൻ തീരുമാനിച്ചാൽ തോൽപ്പിക്കാൻ ചുറ്റുപാടും ആൾക്കാരുണ്ടാകും. നമ്മൾ തോൽക്കത്തില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജയത്തിൻ്റെ വഴികൾ നമ്മളുടെ മുൻപിൽ ദൈവമായിട്ട് തുറന്നു തരും. അതെങ്ങനെയാണെന്നറിയാമോ, നമ്മളൊന്ന് ദൈവത്തിൽ ആശ്രയിക്കുക. രണ്ടാമത് നമ്മളുടെ വഴിയിൽ നമ്മളുടെ കരത്തിൽ സത്യമുണ്ട് എങ്കിൽ നമ്മൾ ഒരുത്തരെയും പേടിക്കേണ്ട കാര്യമില്ല. ജിസ്മോളുടെ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് എന്തെല്ലാം വഴികൾ ജിസ്മോളുടെ മുൻപിലുണ്ടായിരുന്നു. ഇവർക്കെതിരെ ഗാർഹിക പീഡനത്തിനൊരു കേസ് ഫയൽ ചെയ്ത് ജിസ്മോൾക്ക് തന്നെ അതിനകത്ത് നിന്ന് എന്താ പറയുക പ്രവർത്തിക്കാമായിരുന്നു. കാരണം ജിസ്മോളുടെ ഒരു അഡ്വക്കേറ്റാണ്, ബാർ കൗൺസിലിൽ പുള്ളിക്കാരത്തി അംഗമാണ്. അപ്പോൾ മജിസ്ട്രേറ്റുമാർക്കും ആണെങ്കിലും ജഡ്ജായിട്ടിരിക്കുന്നവർക്കും കൂട്ടത്തിലുള്ള എതിർഭാഗം വക്കീൽമാർക്കും ഒക്കെ ആണെങ്കിലും ജിസ്മോളെ പരിചയമാണ്. അതുകൊണ്ട് ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തി നേരിടേണ്ട കാര്യങ്ങളല്ല ജിസ്മോൾക്ക് നേരിടേണ്ടി വരിക. കുറച്ചും കൂടെ സംഭവങ്ങളൊക്കെ ഈസി ആകുമായിരുന്നു. പക്ഷേ പുള്ളിക്കാരത്തി എന്തോ എനിക്ക് തോന്നുന്നു ഷൈനിയുടെ ആ ഒരു സംഭവം കേട്ട് അത് സമൂഹം വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്തത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരത്തിയും അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ചാടേണ്ടി വന്നു. ഒന്നും ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അമ്മായിപ്പനെതിരെയും അമ്മായിമ്മയ്ക്കെതിരെയും അതുപോലെ തന്നെ UK-യിൽ കിടക്കുന്ന പെങ്ങൾക്കെതിരെയും ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്താൽ മതിയായിരുന്നു. അവർ ഗാർഹിക പീഡനം അല്ലെങ്കിൽ ഡൗറിയുടെ കാര്യത്തിലുള്ള പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യുക. ഇനി ഒന്നും വേണ്ട. ഇനിയുള്ള സ്ത്രീകളോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊന്നും പേടിക്കണ്ട. കാരണം ഈ പ്രൊട്ടക്ഷൻ ഓർഡറും മിക്കവാറും ഓൾമോസ്റ്റ് നമ്മളുടെ എന്താ പറയുക SHOയ്ക്കായിരിക്കും, അതായത് സ്റ്റേഷൻ ഹെഡ് ഓഫീസർക്കാർക്കും ഈ പ്രൊട്ടക്ഷൻ ഓർഡറിന്റെ കോപ്പി വരുന്നത്. അതിന്റെ അയാൾക്കായിരിക്കും ഇൻചാർജ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അയാളാണ് ഇവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തേണ്ടത്. അതുകൊണ്ട് ഈ പോലീസിൻ്റെ അടുത്ത് വേറെ കാര്യങ്ങളൊന്നും വിലപ്പോകത്തില്ല. കാരണം ഇത് കോടതിയുടെ ഓർഡറാണ്. കോടതിയുടെ ഓർഡർ ഇവർക്ക് പാലിക്കാതിരിക്കാൻ കഴിയത്തില്ല. അവിടെ ഏത് വലിയ കൊലക്കൊമ്പൻ വന്നവിടെ കളിച്ചാലും ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ്, ഇവർക്ക് ആ ഒരു വയലേഷൻ നടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഉടനെ തന്നെ പോലീസിനെ സമീപിക്കാം. പോലീസിനെ സമീപിച്ചു കഴിഞ്ഞാൽ പോലീസിന് വേറെ മാർഗമില്ല, ജാമ്യമില്ല കുറ്റം ചുമത്തി ഇവരെ അകത്തിടണം. അകത്തിട്ടില്ല എങ്കിൽ കോടതിയുടെ ക്വസ്റ്റ്യൻ വരും. ക്വസ്റ്റ്യൻ വരുന്നത് ആരോടായിരിക്കും? SHOയോടായിരിക്കും. കാരണം പുള്ളിക്കാരൻ ഇവരുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാൻ പോലും എന്താണ് ഒട്ടും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലോട്ടൊന്നും ഓടേണ്ട കാര്യമില്ല. കോർട്ടിൽ പോകാം, അല്ലെങ്കിൽ വിമൻസ് സെല്ലുകളിൽ പോകാം. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വക്കീൽ അവൈലബിൾ ആണ്. അവരെ ചെന്ന് കണ്ട് കാര്യങ്ങൾ എഴുതി കൊടുക്കുക. ഇനി നമ്മളൊരു കേസ് നടത്തുമ്പോൾ മറ്റ് എതിർ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഇവരെന്ത് ചെയ്യും? നോട്ടീസ് അയക്കും. അവർ ഇതിനകത്ത് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിലത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ 1, 2, 3 സിറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും ഈ പ്രൊട്ടക്ഷൻ ഓർഡർ പെർമനന്റ് ഓർഡറായിട്ട് കയ്യിലോട്ട് അങ്ങോട്ട് കിട്ടും. ആദ്യം ഒരു ടെമ്പററി കിട്ടും, അത് കഴിഞ്ഞിട്ടൊരു പെർമനന്റ് ഓർഡർ ഇങ്ങോട്ട് കിട്ടും ഇവരിവിടെ ഹാജരായിട്ടില്ല എങ്കിലും. അപ്പോൾ ഓർക്കുക, സ്ത്രീകൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുവാനായിട്ട് ഈസിയാണ്. അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തു കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവർ പിന്നെ വാക്ക് തുറക്കത്തില്ല. കാരണം UK-യിൽ കിടക്കുന്നവളെ പോലും ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുമായിരുന്നു. കാരണം കോടതിയുടെ ഓർഡറാണ്. അതിന് വയലേഷൻ ആയിട്ടൊന്നും ഇവർക്ക് അധികം നാൾ മുൻപോട്ട് പോകുവാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജിസ്മോൾക്ക് അറിയാം. ജിസ്മോൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ സഹോദരി ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയിട്ട് ഒരു റോങ് ഡിസിഷൻ എടുത്തു. എന്നിട്ട് ഇപ്പം എന്തായി? ജിസ്മോളുടെ കുടുംബം എന്തായി? അവർ നല്ല സുന്ദരമായിട്ട് ജീവിക്കുന്നു. ഈ മൂത്ത പെങ്ങളെന്ന് പറയുന്നവൾ UK-യിൽ അവളും കെട്ടിയവനും കൊടുത്ത് നല്ല സുന്ദരമായിട്ട് ജീവിക്കുന്നു. അവൾക്ക് പിള്ളേരും ഉണ്ട്, കെട്ടിയവനും ഉണ്ട്. അവൾ സുന്ദരമായിട്ട് ജീവിക്കുന്നു. ആർക്ക് പോയി? ജിസ്മോൾക്ക് 2 കുഞ്ഞുങ്ങൾക്കും പോയി അല്ലേ? ഇനി അതിനകത്ത് മണ്ണുണ്ണി പോലെ ഇരുന്ന ജിമ്മിക്കും പോയി, ജിസ്മോളുടെ കെട്ടിയവനും പോയി.
വേറെ വല്ലവർക്കും വല്ല നഷ്ടം വന്നോ? ഇല്ല. കാരണം ഈ ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജിസ്മോളുടെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ അപ്പനും ഉണ്ട്, അപ്പൻ്റെ ഭാര്യയുമുണ്ട്, അതായത് പുള്ളിയുടെ അമ്മ. അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവരുണ്ട്. പെങ്ങളും കെട്ടിയവനും മക്കളുമായിട്ടുണ്ട്. ഇനി വേറൊരു പെങ്ങളുണ്ട്, അവളും കെട്ടിയവനും മക്കളും ഒക്കെ ആയിട്ട് താമസിക്കുന്നു. നഷ്ടമാർക്ക്? ഇയാൾക്ക് നഷ്ടം. 2 പിഞ്ചു കുഞ്ഞുങ്ങളും നഷ്ടമായി, ഭാര്യ നഷ്ടമായി. ഇതൊക്കെ പാഠങ്ങളാണ്. കാരണവന്മാരെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കണം, അവർക്ക് കൊടുക്കേണ്ട ബഹുമാനങ്ങളൊക്കെ കൊടുക്കണം. പക്ഷേ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തേണ്ടവരെയൊക്കെ നിർത്തണം. ഭാര്യനെ ഭാര്യയുടെ സ്ഥാനത്തും അപ്പനെ അമ്മയുടെ സ്ഥാനത്തും കെട്ടിച്ചു വിട്ട പെങ്ങളെ അവരുടെ വഴിക്ക് വിട്ടണം. കാരണം ഒരു സ്ത്രീയെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഐഡൻറ്റിറ്റിയെ മാറി. അവളുടെ അപ്പൻ്റെ സ്ഥാനം വേണ്ടി അവിടെ ആര് വന്നു? ഭർത്താവ് വന്നു. ഭർത്താവിൻ്റെ വീട്ടുപേര് അവൾക്ക് വന്നു. അവൾ പിന്നെ വേറെ കുടുംബത്തിലെയായി. പിന്നെ അവിടെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടപെടണം. പക്ഷേ അവൾ വേറെ കുടുംബത്തിലെയായി. അവൾ ഈ കുടുംബത്തിൽ കയറി കളിക്കാൻ ആരനുവദിക്കരുതായിരുന്നു? ഇവൻ അനുവദിക്കരുതായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് നഷ്ടം ആർക്കാണ്? അവർക്ക് നഷ്ടം വന്നു. വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. ഇനി അത് ഈ പറയപ്പെട്ട റീച്ചുമായില്ല, അല്ലേ? ഒത്തിരി ചർച്ചയിലോട്ടും അത് പോയില്ല. കാരണം ഷൈനിയുടെ ഒരു ഷോക്കിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു വക മനസ്സ് മരവിച്ചിരിക്കുന്നുണ്ട്. ഇത് അത്ര സെൻസേഷണലായെങ്കിലും ഒത്തിരി അങ്ങോട്ടായില്ല. എന്നാൽ ഷൈനിയുടെ കേസിനകത്ത് അങ്ങനെ ആയിരുന്നില്ല. ഷൈനിയുടെ കേസിനകത്ത് അങ്ങനെ വരുവാൻ കാരണമുണ്ട്. ആ പുള്ളിക്കാരത്തി നല്ലപോലെ പൊരുതിയിട്ട് ആ പുള്ളിക്കാരത്തിക്ക് തീരെ നിൽക്കക്കണില്ലാതെ പോയില്ല. എങ്കിലും അവസാനം എടുത്ത ഡിസിഷൻ ഒരിക്കലും ശരിയല്ല. ഇനി ഷൈനിയുടെ ഫാദർ പറയുന്നുണ്ട്, ഞങ്ങളുടെ എന്താ പറയുക, മരിച്ചാലും ഈ കേസ് തീരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ സത്യമാണ്. കാരണം കോടതികളിൽ ഒരു കേസല്ല, ഒരുപാട് കേസുകളും കള്ളക്കേസുകളും ഒക്കെ വന്ന് കിടപ്പുണ്ടല്ലേ. നമ്മുടെ ആത്മീയ നേതാക്കന്മാർ വിളിക്കുന്നത് ആരെയാണ്? രാജാക്കന്മാരുടെ രാജാവും ന്യായാധിപന്മാരുടെ ന്യായാധിപനുമായ ദൈവത്തെയാണ് വിളിക്കുന്നത്. എന്നിട്ടും ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അച്ഛന്മാരും ബിഷപ്പുമാരും പാസ്റ്റർമാരും ബ്രദർമാരും ഒക്കെ ഓടുക. എങ്ങോട്ടാ? കോടതികളിലോട്ട് ഓടുക. ഇനി അവരുടെ കേസ് വേറൊരു ഭാഗത്ത്, അതല്ലാതെ നീതി തേടിയുള്ള കേസ് വേറൊരു ഭാഗത്ത്, ഇനി അതല്ലാതെ കള്ളക്കേസുകൾ വേറൊരു ഭാഗത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി കിടക്കുമ്പോൾ പലപ്പോഴും കോടതിയിൽ ഇരിക്കുന്നത് ഒരു അഡ്വക്കേറ്റ് അല്ല, ഒരു ജഡ്ജാണല്ലേ, അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് ആയിരിക്കുന്നത്. അവർക്ക് ചെയ്യുന്നതിനും പരിധിയുണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾക്ക് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കോടതിയുടെ പുറകെ പോകേണ്ട കാര്യങ്ങൾക്ക് പോകണം. പക്ഷേ നമ്മളുടെ മെയിൻ കോടതി എവിടെയായിരിക്കണം? നമ്മളുടെ ദൈവത്തിലായിരിക്കണം, അല്ലേ? ആ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരുത്തനും എഴുന്നേൽക്കത്തില്ലെന്നേ. അടപ്പിക്കേണ്ട വാകളെ ദൈവം അടപ്പിക്കും, ഇരുത്തേണ്ടതിനെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതിന് കുറച്ച് വില കൊടുക്കണം. ദൈവത്തെ നന്നായിട്ട് വിശ്വസിക്കണം. ഇന്ന് ആത്മീയ ഗോളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കത്തോലിക്കരാണെങ്കിലും പെന്തക്കോസ്തുകാരാണെങ്കിലും ഏത് ആത്മീയ ഗോളത്തിലോട്ട് വന്നു കഴിഞ്ഞാലും ഇച്ചിരി പൈസ കയ്യിലുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ആശ്രയം മുഴുവൻ എങ്ങോട്ട് പോകും? പൈസയ്ക്കകത്തോട്ട് പോകും. നമ്മൾ വിചാരിക്കും ഈ പൈസ കൊണ്ട് എന്ത് നേടിയെടുക്കാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അല്ല കേട്ടോ, അല്ല. പൈസ കൊണ്ട് പൈസക്കാരോട് ചോദിച്ചു നോക്കി. ഇപ്പം ഷൈനിയുടെ വീട്ടിലും ഷൈനിയുടെ അമ്മായിപ്പൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അതുപോലെ തന്നെ ജിസ്മോളുടെ വീട്ടിൽ ജിസ്മോളുടെ മദറിലോ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അവരോടൊക്കെ ചോദിച്ചു നോക്കി, അവരുടെ പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ വല്ലതും നടന്നോ? ഒന്നും നടന്നില്ല. ക്യാൻസറിനൊന്നും ചികിത്സയില്ല. ചികിത്സയുണ്ട്, അതൊക്കെ ക്യൂർ ആകുന്നത് എപ്പോഴാണ്? അതൊക്കെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ കണ്ടെത്തിയാലേ അതൊക്കെ നല്ലൊരു റിസൾട്ട് ഉണ്ടായി അവർക്ക് കുറേയും കൂടെ ജീവിച്ചിരിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അല്ലാത്തതൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകും. അവിടെ പണം നിങ്ങളെ രക്ഷിച്ചോ? നിങ്ങളുടെ പാരമ്പര്യം നിങ്ങളെ രക്ഷിച്ചോ? ഒന്നും രക്ഷിച്ചില്ല, അല്ലേ? ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് തിരിച്ചറിയുക. നമ്മൾ ചിലരൊക്കെ വിചാരിക്കും പണം ഉണ്ടെങ്കിൽ എന്ത് നടക്കാം, പണം ഉണ്ടെങ്കിൽ ആരെയും വിലയ്ക്ക് വാങ്ങാം, ഏത് ജുഡീഷ്യറിയെ വിലയ്ക്ക് വാങ്ങാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നിസ്സഹായരായിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയുവാനുള്ളത് എന്താണെന്നറിയാമോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് പാതിരിയൊക്കെ, ഷൈനിയുടെ കുടുംബത്തിലൊരു പാതിരിയൊക്കെ ഉണ്ട്. പുള്ളിയൊക്കെ ഇന്ന് വല്ല ധ്യാനഗുരുവൊക്കെ ആയിട്ടുണ്ടാകും. കാരണം നമ്മുടെ ആത്മീയർ അത്ര മണ്ടന്മാരാണ്. അത് ക്രിസ്ത്യാനിറ്റിയിലെ ഏത് വിഭാഗം എടുത്ത് നോക്കിയാലും ആത്മീയരെ പറയുവാണെങ്കിൽ ഒരു മണ്ടന്മാരെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എത്ര തെറ്റ് ചെയ്തവനും, ഏത് പെണ്ണ് കേസിൽപ്പെട്ടവനും, ഏത് പണമടിച്ചു മാറ്റിയവനും, എത്ര ക്രൂരനായിട്ടുള്ളവനും നാളെ കയ്യും കൂപ്പി വന്നിട്ട് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് 2 പാട്ടങ്ങ് പാടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലാറ്റ്. നമ്മളെന്ത് പറയും? ഓഹ്, ഈ പുള്ളിയിലോട്ട് ദൈവം സ്വർഗമങ്ങ് ഇറങ്ങി വന്നു എന്ന് നമ്മൾ പറയും. ഇതാണ് ഇന്നത്തെ ആത്മീയ ഗോളത്തിൻ്റെ ഒരു അധപതിച്ച നിലവാരം എന്ന് പറയുന്നത്. ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റത്തില്ല. കള്ളനെ കള്ളൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനുള്ള ധൈര്യമില്ല. ഏതെങ്കിലും ഒരുത്തൻ ധ്യാനഗുരുവായിട്ട് വന്നാലും, പ്രവാചകനായിട്ട് വന്നാലും, എന്താ പറയുക, അപ്പസ്തോലനായിട്ട് വന്നാലും എന്താണ്? നമ്മളങ്ങ് വീഴുവാണ്. അവരുടെ കാൽക്കലോട്ട് നമ്മളങ്ങ് വീഴുക. എത്ര തെളിവുകളും എത്ര കള്ളത്തരം ഇവർ കാണിച്ചതിൻ്റെ തെളിവുകളും പുറത്തോട്ട് കൊണ്ടുവന്നാലും ആൾക്കാരും വിശ്വസിക്കത്തില്ല. ആൾക്കാരെന്ത് ചെയ്യും? അവരുടെ കാലിലോട്ടങ്ങ് വീഴും. ഇതാണ് ആത്മീയ ഗുണം. അതുകൊണ്ട് പുള്ളി ഒക്കെ ലെവലിൽ പോകുന്നുണ്ടാകും.
ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ മെയിൻ സാരാംശം എന്താണെന്നറിയാമോ? ഇതൊക്കെ സംഭവങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് ഓർമ്മിപ്പിച്ചതാണ്. ഇതൊക്കെ നമ്മൾ സംസാരിച്ചതാണ് അല്ലേ, ഒത്തിരി നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഈ ജസ്റ്റ് സംഭവങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിന് കൂടുതൽ ഒരു കാര്യം കൂടി പറയും. എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ, ഒരു സഹോദരിക്ക് ഒരു കല്യാണത്തിൻ്റെ എന്താ പറയുക കാര്യങ്ങൾ നടക്കും. അവർക്ക് നാനായ കത്തോലിക്സാണ്. അപ്പം കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്താണ്, ഒത്തിരി കല്യാണാലോചനകൾ വന്നു. എവിടെ നിന്നൊക്കെ, നാനായ കത്തോലിക്സിൻ്റെ കോട്ടയം, അതുപോലെയുള്ള ചിങ്ങവനം, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കല്യാണാലോചനകൾ വന്നു. ജന്മം ചെയ്ത ഈ പെങ്കൊച്ചിനെ അങ്ങോട്ട് കെട്ടിച്ചു വിടത്തില്ല. ഇവർ പറഞ്ഞു വേണ്ടേ വേണ്ട. ഇവരുടെ വീട് മലബാറില്ല. അപ്പോൾ ഇവർ പറഞ്ഞു വേണ്ടേ വേണ്ട, ഷൈനിയുടെയും ജിസ്മോളുടെയും കഥയൊന്നും ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു അതൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും ഒരുപോലെ മനുഷ്യമൃഗങ്ങളല്ല, മനുഷ്യരുമുണ്ട്, നല്ല ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയെങ്കിലും അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, ഞങ്ങളുടെ കൊച്ചു ജീവനോടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞ് ഇവർ അങ്ങോട്ടൊന്നും കല്യാണം കഴിപ്പിക്കുന്നില്ല. ഇവർ ഏതെങ്കിലും മലബാർ ഏരിയകളിൽ തന്നെ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ എന്നുള്ള തീരുമാനമെടുത്തു. കാരണം ഈ സംഭവങ്ങളൊക്കെ ആൾക്കാരുടെ മനസ്സിൽ അത്രയും വേദനയും അത്രയും ആഴത്തിലുള്ള മുറിവും ആൾക്കാരുടെ മനസ്സിൽ അത് കൊണ്ട് എത്തിച്ചു എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുനിന്ന് കിട്ടിയൊരു ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏതിൻ്റെയൊക്കെ പുറകെ പോയാലും നമ്മൾക്ക് അല്ലേ, നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇന്ത്യൻ ഒരു എന്താ പറയുക നിയമ സംവിധാനങ്ങൾ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടോ പഴി പറഞ്ഞിട്ടോ കാര്യമല്ല. ഒരു കേസും ഒക്കെ ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നീതി കിട്ടണമെന്ന് പോലും ഇല്ല. ഇപ്പോൾ ഷൈനിയുടെ ഫാദർ പറയും ഇവർ കൊടുത്ത സ്വർണം ഡൗറികൾ ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഓപ്പോസിറ്റ് വക്കീൽ, അതായത് ഷൈനിയുടെ ഭർത്താവിൻ്റെ സൈഡിലുള്ള വക്കീൽ വന്നിട്ട് വാദിക്കുവാന്ന്, പുള്ളി പറയുവാന്ന് ഒബ്ജക്ഷൻ കൊടുത്തിരിക്കുക. അപ്പോൾ പുള്ളി പറയുകയാണ് ഇപ്പോഴും ഷൈനിയുടെ ഭർത്താവ് ഈ നോബിയും മകനുമാണ് ഇതിന് അവകാശികൾ, എന്ന് വെച്ചാൽ ഇവരുടെ സ്വത്തിന് അവകാശി. അതുകൊണ്ട് പേരൻസിന് യാതൊരു അവകാശവുമില്ല എന്ന്, കൊടുത്തത് പേരൻസും, പക്ഷെ അവർക്ക് യാതൊരു അവകാശവുമില്ല എന്ന് വക്കീൽ ഒബ്ജക്ഷൻ കൊടുത്തത്. അപ്പോൾ ഷൈനിയുടെ ഫാദറിനോട് എനിക്ക് പറയാനുള്ളത്, എതിർഭാഗം വക്കീലുമാർ കേസ് ചെയ്യിപ്പിക്കാൻ പല ഒബ്ജക്ഷനുകളും കൊടുക്കും. അത് സാങ്ഷൻ ആകണമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം ഈ ഷൈനിനെ ഗാർഹിക പീഡനം ചെയ്യും, അതിൻ്റെ കോപ്പികളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നിങ്ങളുടെ വക്കീൽ ചെയ്തു എന്ന് എനിക്കറിഞ്ഞൂടെ. എവിടെയൊക്കെ ഇയാൾക്കെതിരെ, ഈ നോബിക്കെതിരെ എവിടെയൊക്കെ കേസുണ്ടോ അതിൻ്റെ എല്ലാം പകർപ്പുകളും ഒക്കെ നിങ്ങളുടെ കരത്തിൽ നിങ്ങൾ വന്ന് അതിൻ്റെ എല്ലാം സിറോക്സ് കോപ്പുകൾ എടുത്ത് 2 ഫയൽ എപ്പോഴും സൂക്ഷിക്കണം. ഒന്ന് നിങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ കയ്യിലുണ്ടായിരിക്കണം, ഒന്ന് നിങ്ങളുടെ കരത്തിലും ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇതെല്ലാം നിങ്ങളുടെ കരത്തിലും ഉണ്ടായിട്ട് ഇതെല്ലാം നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രതിഭാഗത്ത് നിൽക്കുന്നവർ പലതും പറയും. അവരുടെ കക്ഷിയെ ജയിപ്പിക്കാൻ വേണ്ടി ആ വക്കീൽ പലതും പറയും. അതെല്ലാം അംഗീകരിച്ച് കിട്ടണമെന്നൊന്നുമില്ല. അതൊന്നും അംഗീകരിച്ച് കിട്ടത്തൊന്നുമില്ല. കാരണം ഇതൊരിക്കലും അംഗീകരിച്ച് കിട്ടത്തില്ല. കാരണം ഷൈനി ഭർത്താവിൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെ, ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെയും പീഡനം സഹിക്കാൻ വയ്യാതെ ഇവരുടെ വീട്ടിലോട്ട് ഓടിപ്പോന്നതാണ്. ഡിവോഴ്സിന് കേസ് ഫയൽ ചെയ്തതാണ്. ഇനി ഒരിക്കലും അദ്ദേഹത്തിന്, ആ പുള്ളിക്കാരന് അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വവുമില്ല, യാതൊരു അധികാരവുമില്ല. അതൊക്കെ നിയമത്തിൻ്റെ വശം തന്നെയാണ്. ഇയാൾ ഇപ്പുറത്തെ വക്കീൽ ഒബ്ജക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കത്തി താഴ്ത്തി പോകേണ്ട കാര്യമൊന്നുമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വക്കീൽ എന്തും പറയും. അവർ ജയിക്കാൻ തങ്ങളുടെ കക്ഷികളെ, അത് ഏത് വക്കീലുമാരും അങ്ങനെയാണ്, തങ്ങളുടെ കക്ഷികളെ ജയിപ്പിക്കാൻ എന്തും അവർ ചെയ്യും. അപ്പോൾ അതൊന്നും കേട്ടിട്ട് നമ്മൾ പത്തി മടക്കണ്ട. നമ്മൾ അതിനനുസരിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. അത്രയുള്ള അതിനകത്തെ കാര്യം. ഈ നിയമപരമായ കാര്യത്തിൻ്റെ കാര്യം പറയുന്നത് അതാ. എല്ലാം ഷൈനിയുടെ കാര്യത്തിൽ എനിക്ക് ഒത്തിരി സങ്കടം തോന്നുവാണ് പുള്ളിക്കാരത്തെ കാര്യം ആലോചിക്കുമ്പോൾ. കാരണം എല്ലാം ഒരു വക പരാജയത്തിലാണ് പോട്ടെ അവസാനിപ്പിച്ചത്. ഇത് ഇങ്ങനെ ഈ ഡൗറിയൊക്കെ അന്നേ മേടിച്ചെടുക്കണമായിരുന്നു. അതൊന്നും എന്താ അന്ന് ചെയ്യാതിരുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതൊക്കെ മേടിച്ചെടുക്കണമായിരുന്നു. ഇനി രണ്ടാമത്തത് എന്താണ്, അതൊക്കെ കേസ് കൊടുത്ത് ലോക്കർ ചെയ്യുന്ന സംഭവം ഷൈനിക്ക് അത് അപ്പം തന്നെ മേടിച്ചുകൊണ്ട് വരാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ടായിരുന്നു. അതൊന്നും ആരും പറഞ്ഞു കൊടുത്തില്ല എന്ന് തോന്നുന്നു. ഇനി അടുത്തത് എന്താണ്, ഇവർക്ക് വേറെ ചെയ്യാവുന്ന കാര്യം എന്തായിരുന്നു, ഈ പുള്ളിക്കാരൻ അല്ലേ, ഈ അവിടെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ, ഷൈനി ജീവിച്ചിരുന്നപ്പോൾ തന്നെ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഇവർ അല്ലേ കുടുംബശ്രീന്ന് ഇവരെന്തെടുത്തിരുന്നു, ലോൺ എടുത്തിരുന്നു. ഷൈനി എടുത്തത് എവിടെയാണ്, ഷൈനിയുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണെന്നാണ് നോബിയുടെ വീട്ടുകാർ പറഞ്ഞത്. പക്ഷേ ഇവർ പറയുന്നു നോബിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ആർക്കാണെങ്കിലും നിയമത്തിൻ്റെ മുൻപിലോട്ട് വന്നു കഴിയുമ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഷൈനി ലോൺ എടുക്കുന്ന സമയത്ത് ആരുടെ ഭാര്യയായിരുന്നു, ആരുടെ വീട്ടിലായിരുന്നു? നോബിയുടെ ഭാര്യയാണ്, നോബിയുടെ വീട്ടിലാണ്. അപ്പോൾ ആ എമൗണ്ട് തീർച്ചയായിട്ടും എടുക്കാനുള്ള ബാധ്യത, അടയ്ക്കാനുള്ള, അതായത് ഭാര്യയുടെ ആ ഒരു ബാധ്യത തീർക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഭർത്താവിനാണ്. കാരണം ഭാര്യയ്ക്ക് ജോലിയില്ല, ഭർത്താവിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഷൈനി ഇപ്പുറത്തെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാലും ഷൈനി അവിടെ ആയിരുന്നപ്പോഴാണ് എടുത്തത്. അതൊക്കെ നന്നായിട്ട് നമുക്ക് കോടതിയിൽ വാദിച്ച് ജയം കിട്ടുന്ന കേസുകളായിരുന്നു. പക്ഷേ അവിടെ ഏതാണ്ട് ചാരിറ്റി സംഘടനക്കാരോ ആരോ വന്നിട്ട് അവരുടെ ആ ഒരു എന്താ പറയുക കുടുംബശ്രീയിലെ ആ ഒരു ലോണൊക്കെ അങ്ങ് അടച്ചു കളഞ്ഞു. അപ്പോൾ അതോടെ അതും ചീറ്റിപ്പോയി.
എല്ലാ വിധത്തിലും ഷൈനിയുടെ ഒരു വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ ഷൈനിയുടെ ഒരു ഭാഗത്ത് ഒരു നിസ്സഹായതയും ഒരു 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 എന്താ പറയുക ഒരു ഭയങ്കരമായൊരു സിറ്റുവേഷൻ, ഒരു എന്താ പറയുക ഒരു നീതി കിട്ടാത്ത ഭയങ്കര സിറ്റുവേഷൻ ആ ഷൈനിയുടെ ജീവിതത്തിൽ ഉണ്ട്, ഷൈനിയുടെ ആ ഒരു കേസിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ ദുഃഖത്തോടെ തന്നെ ഓർക്കുന്ന കാര്യമാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളുടെ ദൈവം ആരാണ്? നമ്മളൊരു ആത്മീയനാണ് എങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് നമ്മൾക്ക് ഉറപ്പുണ്ടെങ്കിലാണല്ലോ നമ്മൾ ക്രിസ്ത്യാനിയാകുന്നത്, അല്ലേ? നമ്മുടെ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന ഉറപ്പും യേശുക്രിസ്തു ദൈവമാണെന്നുള്ള ഉറപ്പും നമ്മൾക്കുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ക്രിസ്ത്യാനിയായി. അപ്പോൾ നമ്മൾ ആരിലാണ് ആശ്രയിക്കേണ്ടത്? നമ്മുടെ ദൈവത്തിലങ്ങ് ആശ്രയിച്ചോളുക. കാരണം ലോകത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പം ഒറിജിനൽ ഒരു കേസ് ഉണ്ടെങ്കിൽ അതിന് കൗണ്ടർ കേസുകൾ വേറെ ഉണ്ടാകും. അങ്ങനെ പല 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 കാര്യങ്ങളൊക്കെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കും. ജയിക്കാൻ പലരും പല രീതിയിൽ പെരുമാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ദൈവം മണ്ടനാന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ദൈവം മണ്ടനൊന്നും അല്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ചിലപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി ലേറ്റ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ദൈവം ഇപ്പോഴൊന്നും പ്രവർത്തിക്കത്തില്ലെന്ന്. അങ്ങനെയൊന്നും അല്ല. ദൈവം ഒരു കേസും വിട്ടിട്ടില്ല. ദൈവത്തിന് അറിയാം എവിടെ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന്. പക്ഷേ നമ്മൾ ആശ്രയിക്കണം. നമ്മൾ ആ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് എവിടെയൊക്കെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്, കുടുംബത്തിനകത്ത്, കോടതിക്കകത്ത്, എവിടെയെങ്കിലും ആകട്ടെ, നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ നീതി നമ്മൾക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. ചർച്ചിലാകട്ടെ, നമ്മുടെ സമുദായത്തിലാകട്ടെ, എവിടെയെങ്കിലും നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തിൻ്റെ കയറത്തിലോട്ട് നമ്മൾ ആ കാര്യം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നീതിമാനായ ദൈവം, അതാണ് നമ്മളുടെ ദൈവത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്, അല്ലേ? നീതിമാനായ ദൈവം, നീതിയുള്ള ദൈവമാണ്. ആ ദൈവം കണ്ട എന്താ പറയുക, കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ചേരുന്ന ദൈവമല്ല. ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങൾ ചേരും, പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവം നീതിയുടെ പക്ഷത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക, മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. നമ്മളുടെ ആവശ്യങ്ങൾ എത്ര വലുതാണോ അതിനനുസരിച്ച് നമ്മളുടെ പ്രാർത്ഥനയുടെ ടൈം കൂട്ടുക. വെളുപ്പിന് 3 മണി തൊട്ട് 4 മണി വരെ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച് നോക്ക്. എന്നിട്ട് ഏത് വിഷയങ്ങൾക്കും നിനക്ക് ലഭിക്കാത്ത ഏത് നീതിയും ദൈവം നിന്റെ കരത്തിൽ കൊണ്ട് ഏൽപ്പിച്ചു തരും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മൾ നമ്മുടേതായ വഴിക്ക് പോയി കഴിഞ്ഞാൽ ദൈവം വിചാരിക്കും അവൻ ആ വഴിക്ക് പോകട്ടെ, അല്ലെങ്കിൽ അവൾ ആ വഴിക്ക് പോകട്ടെ എന്ന് ദൈവം വിചാരിക്കത്തേയുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കും. ആദ്യം എതിർഭാഗത്ത് നിൽക്കുന്നവർക്കും തോന്നും, നമ്മൾക്കും തോന്നും, അയ്യോ ദൈവം അനങ്ങുന്നില്ലല്ലോ എന്ന് തോന്നും. അതൊന്നും അല്ല. ദൈവം അനങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നവന് എഴുന്നേക്കത്തില്ല. അങ്ങനത്തെ ഒരു അനങ്ങനായിരിക്കും ദൈവം അനങ്ങുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനിയുള്ളവരാണെങ്കിലും അത് നമ്മൾ ആത്മഹത്യയൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ്, ഏത് വിഷയങ്ങൾക്ക് പോകുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുക. ഞാനൊരു വചനം പറഞ്ഞു തരാം. ഏതാണെന്നറിയുമോ? സങ്കീർത്തനം 35-ാം അധ്യായം. അതിനകത്ത് എന്താണെന്നറിയാം? അവിടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയാണ് കേട്ടോ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ എടുക്കട്ടെ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. അതവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ദാവീദിൻ്റെ സങ്കീർത്തനം എന്താ? നീതിക്ക് വേണ്ടിയിട്ടുള്ള ദാവീദിൻ്റെ പ്രാർത്ഥന അവിടെ. അപ്പോൾ നമ്മൾ ഈ സങ്കീർത്തനം നമ്മൾ മുഴുവൻ ചൊല്ലുക. ഇത് നമ്മൾ ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ദൈവത്തിൻ്റെ നീതി നമ്മളുടെ മേലെ ഇറങ്ങി വരും. ഓർക്കുക, സത്യം നമ്മളുടെ കരത്തിൽ ഉണ്ടായിരിക്കണം, നീതി നമ്മളുടെ മേൽ വരിക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതുകൊണ്ട് എവിടെയൊക്കെ നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ നീ മുട്ടുമടക്ക്, നീ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്ക്. എന്നിട്ട് 35-ാം സങ്കീർത്തനം ഇതങ്ങ് ചൊല്ലിക്കൂ, വിശ്വാസത്തോടെ ചൊല്ലിക്കുക. അത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. കാരണം വചനം ദൈവമാണ്, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് എന്താ പറയുന്നത്? ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതുകൊണ്ട് ഈ ദൈവമാ വചനം. അതുകൊണ്ട് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ചുമ്മാ നമ്മൾ സാധാരണ വാക്കുകൾ പറയുന്നത് പോലെയല്ല, അതിനകത്ത് ശക്തി വ്യാപരിക്കും. വചനം ചുമ്മാ മടങ്ങി വരത്തില്ല, അത് ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ മുട്ടുമടക്കുക, പ്രാർത്ഥിക്കുക. ഏത് കൊലക്കൊമ്പനെയും മുട്ടുമടപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഈ കഴിഞ്ഞ ഇടയ്ക്കല്ലേ ഒരു റോയി എന്ന് പറയുന്ന, തന്നെ ഇനീഷ്യലി ഞാൻ മറന്നുപോയി, എന്തോ ഒരു റോയി എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര കോടീശ്വരനായ ഒരു മനുഷ്യൻ, അല്ലേ? അദ്ദേഹത്തിന് ഒത്തിരി സ്വത്തുക്കളുണ്ടായിരുന്നു, ഒത്തിരി പിടിപാടുകളുണ്ടായിരുന്നു. അവസാനം അദ്ദേഹം സ്വന്തം തോക്കിലെ നിറയൊഴിച്ചും ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദവും വിഷയങ്ങളും എന്തുമാകട്ടെ, അദ്ദേഹത്തിന് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇനി അതല്ല, എത്ര പണത്തിൽ ആശ്രയിക്കുന്നവരും എത്ര ആരോഗ്യത്തിൽ ആശ്രയിക്കുന്നവർക്കും ദൈവം ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നിന്റെ ആയുസ് ഇപ്പം എടുക്കണമെന്ന് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞു. പിന്നെ നീ ഏത് കൊലക്കൊമ്പനായിട്ടും, നിനക്ക് ഏത് പിടിപാടുണ്ടായിട്ടും, നിനക്ക് എത്ര വലിയ ബിഷപ്പുമാരുമായിട്ട് ബന്ധമുണ്ടെങ്കിലും,
നിനക്ക് എത്ര വലിയ പാസ്റ്റർമാരുമായിട്ട് സെൻട്രൽ പാസ്റ്റർമാരുമായിട്ട് ബന്ധമുണ്ടെങ്കിലും, നിനക്ക് എത്ര വലിയ അഡ്വക്കേറ്റുമാരായിട്ടും, നിനക്ക് എത്ര വലിയ ജഡ്ജായിട്ടും, നിനക്ക് എത്ര വലിയ പോലീസായിട്ടും നിനക്ക് ബന്ധമുണ്ടെങ്കിലും, എത്ര വലിയ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമുണ്ടെങ്കിലും, മനുഷ്യ ഓർക്കുക, നിന്റെ ആയുസ് ദൈവത്തിൻ്റെ കരത്തിലായിരിക്കുന്നത്. ദൈവം നിന്റെ ആയുസ്സിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ പുഴുവായിട്ട് തീരും. 2 ദിവസം കൊണ്ട് പുഴുവായിട്ട് തീരും. അത്രയേ ഉള്ളൂ നിന്റെ വില. അത് മനസ്സിലാക്കി അഹങ്കാരം വെടിഞ്ഞ് നന്നാകാൻ ആൾക്കാർ തീരുമാനിക്കുക. നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നവർ ഈ വചനം വെച്ച് ദൈവസന്നിധിയിൽ ഇന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നീതിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും കേട്ടോ. ദൈവം നീതിമാനായ ദൈവമാണ്, നീതി നിഷേധിക്കുന്ന ദൈവമല്ല. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മൾ ആശ്രയിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.